കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഈ രാഷ്ട്രത്തിന് എന്താണ് സംഭവിച്ചത്? ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അംബേദ്കർ പഴയ കാലത്ത് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം എന്നത് നേരിടാനിരിക്കുന്ന ഏറ്റവും ഭീമാകാരമായ വെല്ലുവിളി, അത് ഇന്ത്യയിലെ രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ വർഗീയ ഭൂരിപക്ഷം കൊണ്ട് അട്ടിമറിക്കാനുള്ള സാധ്യത ഇന്ത്യയിലുണ്ട് എന്ന കാര്യം. പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റി കൊണ്ട് അട്ടിമറിക്കാൻ അദ്ദേഹം അതിനെ സവിശേഷമായി വിശദീകരിക്കുന്നുണ്ട്. രാഷ്ട്രീയ ഭൂരിപക്ഷം എന്നത് നിങ്ങൾ സമൂഹത്തെയും ഭരണ സംവിധാനത്തെയും സംബന്ധിക്കുന്ന ഒരു കാഴ്ചപ്പാട് ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ച് അത് വിശദീകരിച്ച് അതിന് പിന്തുണ നേടി അതിലൂടെ ഭരണാധികാരത്തിലേക്ക് എത്തിച്ചേരുന്നതിനെയാണ് പൊളിറ്റിക്കൽ മെജോറിറ്റി എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ മെജോറിറ്റിക്ക് രണ്ട് അടിസ്ഥാന സവിശേഷതകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, അത് ഓപ്പണാണ്, നിങ്ങൾക്കതിലേക്ക് കടക്കാം, നിങ്ങൾക്കതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യാം. രണ്ട്, പൊളിറ്റിക്കൽ മെജോറിറ്റി അസ്ഥിരമാണ്. ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ ഭൂരിപക്ഷം കൈവരാം, മറ്റൊരു ഘട്ടത്തിൽ രാഷ്ട്രീയ ഭൂരിപക്ഷം അസ്ഥിരപ്പെടുകയും ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ആയ ഡീസ്റ്റെബിലൈസ് ചെയ്യാവുന്ന അസ്ഥിരമായതും തുറന്ന സ്വഭാവമുള്ളതുമായ ഒന്നാണ് രാഷ്ട്രീയ ഭൂരിപക്ഷം. എന്നാൽ വർഗീയ ഭൂരിപക്ഷമാകട്ടെ ആ നിലയിലുള്ളതല്ല. അത് വർഗീയ ഭൂരിപക്ഷം അടഞ്ഞ സ്വഭാവമുള്ള ഒന്നാണ്. അതിലേക്ക് ആളുകളെ ഉൾപ്പെടുത്താത്തതാണ്. അത് നിലവിൽ വന്നാൽ അസ്ഥിരപ്പെടാൻ പ്രയാസമുള്ള ഒന്നുമാണ്. ഫലത്തിൽ ജനാധിപത്യത്തിന്റെ ഉള്ളടക്കത്തെ തന്നെ തകർത്ത് കളയുന്ന ആന്തരികമായ ഒരു വിപരീത ബലമാണ് കമ്മ്യൂണൽ മെജോറിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യൻ ജനാധിപത്യം അത്തരമൊരു വിപരീത സാധ്യതയെ വലിയ തോതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതിനൊരു പ്രതിരോധമായി മറുപടിയായിട്ട് ആ കമ്മ്യൂണൽ മെജോറിറ്റി വിജയത്തിൽ എത്താതിരിക്കാനുള്ള ഒരു വഴിയായിട്ട് അംബേദ്കർ അക്കാലത്ത് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അത് അംഗീകരിക്കുകയോ ചർച്ച ചെയ്യുക പോലുമോ ചെയ്തില്ല. അദ്ദേഹം സൂചിപ്പിച്ചൊരാശയം ഇന്ത്യൻ പാർലമെന്റിൽ അംഗങ്ങളാകാവുന്ന സവർണ വിഭാഗങ്ങളുടെ എണ്ണം മുൻകൂറായി നിയന്ത്രിക്കണം എന്നതാണ്. 50% പാർലമെന്റ് അംഗങ്ങൾ സവർണ ഹിന്ദുക്കളായി തീരാത്ത മട്ടിൽ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കുള്ളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം മുമ്പോട്ട് വെച്ചിരുന്നു. അന്നത് വലിയൊരു വെല്ലുവിളിയായിട്ട് ആളുകൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് വെച്ച ആശയം കാര്യമായി പരിഗണിക്കപ്പെട്ടുമില്ല. ഇന്ന് നമ്മൾ തിരിച്ചു നോക്കിയാൽ ഇതിന്റെ മാരകമായ സ്വഭാവം കാണാം. 2014-ലും 2019-ലും ഇന്ത്യൻ പാർലമെന്റിലേക്ക് അംഗങ്ങളായി വന്ന ഭരണാധികാരം കൈയാളിയ ആളുകളെ ഇപ്പോഴും കൈയാളിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളെ നോക്കിയാൽ അത് ഞാൻ ഈ പറഞ്ഞ ജനാധിപത്യപരമായ പ്രാതിനിധ്യാവകാശം എന്നതിന് പകരം തെരഞ്ഞെടുത്ത് ഒഴിവാക്കുന്നതിന്റെ യുക്തി ശക്തമായി പ്രവർത്തിച്ച ഇടങ്ങളാണ് എന്ന് കാണാൻ പറ്റും.